നമസ്തേ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് അൺസ്ക്രിപ്റ്റഡ് ആതിര. നമ്മൾ കുറച്ച് നാളായി വ്ളോഗൊക്കെ കുറച്ച് ഇറഗുലറായിട്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം ലാസ്റ്റ് ഒരു 1 മന്തായിട്ട് നല്ല തിരക്കായിരുന്നു. ഈ ഒരു മെയ് മന്ത് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ബിസിയാണ്. സ്റ്റാർട്ടിങ് വിത്ത് അനൂപ്സ് ബർത്ത്ഡേ, പിന്നെ നമ്മുടെ ചക്കുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് വരുന്ന ഒരു ബിഗ് ഫാറ്റ് പാർട്ടിയാണല്ലോ മനസ്സിലേക്ക് വരിക. പക്ഷേ ഞാനും അനൂപും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ചക്കുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ചക്കുവിന് ക്രൗഡും കാര്യങ്ങളൊക്കെ കുറച്ചൊരു ഡിഫിക്കൽട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ കുറച്ചൊന്ന് ക്രാങ്കി ആവും. അപ്പോൾ ഇനി കഴിഞ്ഞ ഒരു 3-4 ഫംഗ്ഷൻസിൽ നമ്മൾ കണ്ട ഒരു പാറ്റേൺ വെച്ചിട്ട് ഹി വാസ് റിയലി ക്രാങ്കി വിത്ത് ദ ക്രൗഡ്സ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു, സിൻസ് ഇറ്റ്സ് ഫോളോയിങ് ഓൺ എ വർക്കിംഗ് ഡേ, ലെറ്റ് us keep it to just the 3 of us. അപ്പോൾ ഞാനും അനൂപും ചക്കും കൂടി വി ഡിസൈഡഡ് ഫോർ എ സ്റ്റേക്കേഷൻ ഓൺ ഹിസ് ബർത്ത്ഡേ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിരപ്പള്ളി സ്റ്റേർലിങ്സ് എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ്. അവിടെ നമ്മളൊരു റോയൽ സൂട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ടു ബി മീ, അനൂപ് ആൻഡ് ചക്കു ഫോർ എ ഡേ സ്റ്റേ. അത് കഴിഞ്ഞിട്ട് ഓൺ ദ ഫോളോയിങ് വീക്കെൻഡ് വി ആർ ട്രാവലിംഗ് ടു ബാംഗ്ലൂർ ഫോർ എ സ്മോൾ കേക്ക് കട്ടിംഗ് and a small party with the family. I'll quickly show you the room. Meet my husband Anup. എൻ്റെ കുട്ടി ഇവിടെയൊക്കെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. ദേ വരുന്നു. കുട്ടി ഇങ്ങനെ റൂം മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത് പുതിയൊരു സ്ഥലം കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് അവൻ. അവനിപ്പോൾ നിലത്തങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഹീ ഈസ് ഓൾ ഫ്രീ ആൻഡ് ഹാപ്പി. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 4 o'clock when we reached the hotel. It's a huge room. ഈ ഒരു റൂം ഇവിടെ ഈ സ്റ്റേർലിങ്സിൽ ആകെ ഒരെണ്ണേ ഉള്ളൂ. The highlight of this room is this bathtub which gives you a jacuzzi look, and look at the view. അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ വ്യൂ ആണ്. ഇപ്പം ചൂടുകാലം ആയതുകൊണ്ട് കുറച്ച് വെള്ളം കുറവാണ്. ബട്ട് സ്റ്റിൽ ഇതിൽ വീഡിയോയിൽ കാണുന്ന മാതിരിയേ അല്ല. ദ വ്യൂ ഇസ് അമേസിങ്. ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ നമ്മുടെ റൂമിലേക്ക് ഇങ്ങനെ വന്ന്, ദിസ് ഈസ് എ ബാൽക്കണി ഏരിയ, അവിടെയും പോയിരിക്കാം. ദർ ഇസ് എ സോഫ കൗച്ച് കൈൻഡ് ഓഫ് എൻ ഏരിയ. ഇറ്റ്സ് എ വെരി ബിഗ് റൂം, വെരി നൈസ് കോസി റൂം. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ദിവസത്തെ സ്റ്റേക്കേഷൻ വന്നാൽ പോരാ, ഒരു 5 days എങ്കിലും മിനിമം വരണം. എനിക്ക് ഈ റൂമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ മിററാണ്. സോ ബ്യൂട്ടിഫുൾ. ഇത് ഈ ക്യാമറയിൽ അത്രയും നല്ലതായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ചക്കു റെഡിയായി സ്വിമ്മിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. ആക്സസറീസ് എല്ലാം അച്ഛൻ എടുത്തിട്ടുണ്ട്. ചക്കു സ്വിം വെയറൊക്കെ ഇട്ട്. ദെർസ് എ പൂൾ ഓൺ ദ ടോപ്പ്, ടെറസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വൈകുന്നതിന് മുന്നേ പോവാം കേട്ടോ. അങ്ങനെ ചക്കു ഫസ്റ്റ് ടൈം ലൈഫിൽ പൂൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ആൻഡ് ഹി ആബ്സല്യൂട്ട്ലി ലവ്ഡ് ഇറ്റ്. കാലൊക്കെ ഇട്ട് അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നീന്തണ പോലെയാണ്. ആൻഡ് ഹി ഹാസ് എ ബിഗ് സ്മൈൽ ഓൺ ഹിസ് ഫേസ് വിച്ച് സെഡ് ഇറ്റ് ഓൾ.
അങ്ങനെ നമ്മൾ പൂളൊക്കെ എൻജോയ് ചെയ്തിട്ട് വൈകുന്നേരം റൂമിൽ വന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ബാൽക്കണിയിൽ നിന്ന് കുറച്ച് നേരം വ്യൂ എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ദിസ് ഇസ് ദ വ്യൂ. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ എണീക്കണു. ചക്കുൻ്റെ ബർത്ത്ഡേ ആണ്. മോർണിംഗ് തന്നെ ചക്കും നൂവും കൂടി ബാത്ത് ടബിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി റിയലി ലവ്സ് വാട്ടർ. അങ്ങനെ നമ്മുടെ ചക്കു റെഡിയായി വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ദിസ് ഇസ് ഹിസ് മോർണിംഗ് റൂട്ടീൻ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വി ആർ റെഡി ടു ഗോ ടു ദ ടെറസ് ആൻഡ് കട്ട് ദ കേക്ക്. നമ്മുടെ ഹോട്ടലിൽ തന്നെ പറഞ്ഞു വെച്ചിട്ട് ദേ have actually arranged a small decoration for the cake cutting. നമ്മൾ വിചാരിച്ചിരുന്ന റൂമിൽ തന്നെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു. സോ വി വർ ക്യാരിങ് ദ കേക്ക് വിത്ത് അസ്. അപ്പോൾ അവർ പറഞ്ഞു നോ വിൽ അറേഞ്ച് a small decoration and space for you guys എന്ന് പറഞ്ഞ് this is the decoration that the hotel people did for us. It was really sweet of them to do this. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ചക്കു നല്ല ഹാപ്പിയാണ്. ഭയങ്കര വെയിലായതുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ദെൻ ദി സ്റ്റേർലിംഗ് പ്രോപ്പർട്ടി ഹാഡ് എ ടോയ് കാർ. ചക്കു ലവ്സ് ടോയ് കാർ. അതൊക്കെ അവിടെ ഇങ്ങനെ ഓടിച്ച് നടന്ന് അങ്ങനെ നമ്മൾ സ്റ്റേർലിംഗിൽ നിന്ന് യാത്രയായി. ദെൻ വി വെൻറ്റ് ടു ബാംഗ്ലൂർ. ദിസ് ഇസ് ദി ബാംഗ്ലൂരിലെ ബർത്ത്ഡേ സെലിബ്രേഷൻ. നമ്മൾ വീട്ടിൽ തന്നെ ജസ്റ്റ് ദ ഫാമിലി. നമ്മൾ ഓർഡർ ചെയ്തിരുന്ന കേക്ക് വരാൻ കുറച്ച് ഡിലേ ആയിപ്പോയി. അതിലൊരു ചെറിയ ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് അടുത്തുള്ളൊരു ബേക്കറിയിൽ നിന്ന് വേറൊരു കേക്ക് മേടിച്ചു കൊടുക്കുന്ന അതാണ് നമ്മൾ കട്ട് ചെയ്തത്. മറ്റേ കേക്ക് വന്നപ്പോൾ ഒരു കുറച്ച് സമയമായി. സോ വി ഹാഡ് എ സെക്കൻഡ് കേക്ക് കട്ടിങ് സെഷൻ ഓൾസോ. നമ്മൾ ആക്ച്വലി ബോസ് ബേബി തീമിൻ്റെ ഒരു കേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മളത് സെക്കൻഡ് ഈവനിങ്ങിൽ അത് കട്ട് ചെയ്തു.
So that puts an end to Chaku's birthday celebration vlog. I'll see you all in my next vlog. Bye bye.